കാര്യമില്ല വണ്ടിയുടെ മുമ്പിൽ നിന്ന് മാറാൻ. കൊള്ളാം. ഈ നഗരം അവിശ്വസനീയമായ ശാന്തിയിൽ നിറഞ്ഞാടുകയാണ്. ഇപ്പൊ വളരെ ശാന്തമായ കാലാവസ്ഥയാണല്ലോ. ഈ ഏകാന്തതയിൽ സത്യം പറഞ്ഞ മെഡിറ്റേഷൻ ചെയ്യാൻ തോന്നുന്നു. ഇതെന്താ പോയത്? റോക്കറ്റോ? ഇവരുടെ ഹോണടി ശബ്ദം എന്റെ കാതുകളിൽ കേൾക്കുന്നില്ലല്ലോ. വളരെ ക്ലേശകരമായ അവസ്ഥ തന്നെയാണ്. ഈ റോഡിൽ നിന്ന് പെട്ടെന്ന് മാറുന്നതാ നല്ലത്. സ്ഥലം വിടാം. അഥവാ ഉരുളക്കിഴങ്ങിന് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അമ്മയെ എന്ത് വിളിക്കായിരുന്നു? എന്താ? ഉരുളക്കിഴങ്ങിന്റെ അമ്മയെന്ന്. വേറൊന്ന്, അഥവാ ഉരുളക്കിഴങ്ങിന് ഒടുക്കത്തെ ലക്കാണെങ്കിൽ അതിനെ നമ്മൾ ഷോർട്ടാക്കി എങ്ങനെ പറയും? എന്താ പറയുക? ഒലക്കെന്ന് പറയും. വേഗം കൈയടിക്കേ. അതെ, ആരെങ്കിലൊക്കെ ഒന്ന് കൈയടിക്കുന്നേ, അല്ലെങ്കിൽ ഈ മാർക്കറ്റിൽ വെച്ചെന്റെ മാനം പോവും. ഉരുളക്കിഴങ്ങ് വേണോ? ഉരുളക്കിഴങ്ങ്. എന്തോന്ന് കിഴങ്ങനെന്നോ? എടോ, എന്റെ അമ്മാവന്റെ മോനെയാ സാധാരണ കിഴങ്ങനെന്ന് വിളിക്കാറ്. ഇത് താൻ വേറെ ആരോടും പറയണ്ട കേട്ടോ. കിഴങ്ങനെന്നല്ല, ഉരുളക്കിഴങ്ങെന്നാ പറഞ്ഞത്. ആ, നീ ഒരു ആനയല്ലേ? ഞാനൊരു കരിമ്പ് തരാം. താൻ എന്താടോ ഈ പറയുന്നത്? ഞാനൊരു ആനയാടോ? എന്നെ കൊണ്ട് ഇരുമ്പൊന്നും കഴിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഒരു കരിമ്പ് കഴിക്കാം. എന്റെ പൊന്നോ, എടോ ഇരുമ്പല്ലടോ കരിമ്പ്. ആ, അതാ പിടിച്ചോ, എന്നിട്ട് നന്നായിട്ട് തട്ടിക്കോ. എന്തോന്ന് തട്ടുവന്നോ? ആഹാ, താൻ എന്നെ തട്ടുവന്നോ? ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ, അവൻ ഇത്രയും വലിയ ചെവി ഉണ്ടായിട്ട് അവന് കേട്ടൂടെ? എന്റെ കച്ചവടാകെ കൊളാക്കുന്നാ തോന്നുന്നത്. നീ ഒന്ന് പോ. പാവലോ? പാവലും പടവലൊന്നും എനിക്ക് വേണ്ട. ഞാൻ ദേ ഇത് കഴിച്ചോളാം. എന്റെ അമ്മേ, അടച്ചു പൊളിച്ചു തിമിർത്തു. കേൾവിക്ക് മാത്രമേ കുഴപ്പമുള്ളൂ, വിശപ്പിന് ഒരു കുഴപ്പമില്ല. ആനയോട് മാത്രം കളിക്കല്ലേ കൂട്ടുകാരെ. കട്ടില്ലേ, മൊത്തം പച്ചക്കറി തിന്നു തീർത്തു. ഇല്ല, ദേ ഒരു ക്യാരറ്റ് ബാക്കിയുണ്ട്. എന്നെ എന്തിനാ നോക്കുന്നേ? ഞങ്ങൾ തന്ന കാശിനുള്ളത് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ, പിന്നെ ഒരു ക്യാരറ്റ് അല്ലേ? അവനാണ് മുതലാളിയുടെ സൂട്ട് കളവ് പോകാൻ കാരണം 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 അല്ല, ഇങ്ങനെ 3 പ്രാവശ്യം പറയുന്നത് എന്തിനാ? എടോ, ഞാൻ ഇതിനു മുമ്പ് TV സീരിയലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 3 പ്രാവശ്യം റിയാക്ഷൻ കൊടുത്ത് ശീലിച്ചു പോയതാ. ആനയെ വേഗം പിടിക്ക്. എന്റെ പൊന്നാനച്ചേട്ടാ, എന്താ പ്രശ്നം? അവരോട് ഏറ്റുമുട്ടിയിട്ട് ഒരു കാര്യമില്ല. ആദ്യം ആ ഷെർവാണി മോഷ്ടിച്ചവരെ കണ്ടെത്തണം. ഓടിക്കോ. നിങ്ങൾ മുന്നോട്ട് വയ്ക്കോ, ഇവന്മാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അല്ല, നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. വാവ്, ഞാൻ ഒരുപാട് ഫേമസ് ആണല്ലോ. അവരല്ലേ നിങ്ങളാ? നിങ്ങൾ അവര് തന്നെയല്ലേ? ഇവിടെ നിന്ന് ഇപ്പൊ പോയില്ലേ? അവര് തന്നെയല്ലേ നിങ്ങളെ ഞാനിപ്പോ 2ാമത്തെ പ്രാവശ്യമായിട്ട് കാണുകയാണ്. ഈ പട്ടിക്കുട്ടി നമ്മുടെ വിലയേറിയ എപ്പിസോഡിന്റെ സമയം വേസ്റ്റ് ആക്കുകയാണ്. ഈ സമയം കൊണ്ട് നമ്മളിപ്പോ ആനയെ പിടിച്ചേനെ. പിടിക്കവനെ. നല്ല പഴം. എന്റെ പൊന്നാനച്ചേട്ടാ, എന്താ പ്രശ്നം? അവരെന്താ ചേട്ടന്റെ പിന്നാലെ വരുന്നേ? അവരെന്റെ പുറകെ നിപ്പോട്ടെന്നോ? അനിയ, എന്നെ അവർക്ക് കാണിച്ചു കൊടുക്കല്ലേ ദൈവത്തെ ഓർത്ത്. ഇതിപ്പോ ആനയാണോ ആനമുടിയാണോ? സത്യത്തിലേ ഒരു വലിയ മലയുടെ അടുത്ത് നിൽക്കുന്ന പോലെ ഉണ്ട്. എങ്ങോട്ടാടാ ഓടുന്നേ? അങ്ങനെ പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ആനെങ്ങനെ കേട്ട് കഴിഞ്ഞാ ഇടി പാഴ്സലായിട്ട് കിട്ടും.
ഇവന്മാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. മുന്നിൽ കുഴിയുണ്ട്, നിൽക്ക്. അതിന് ഞാൻ കുഴി ആനയൊന്നുമല്ല, കൊമ്പൻ ആനയാ. ദാ നോക്ക്, താഴോട്ടിങ്ങ് പോന്നു. ഹോ, തേങ്ങാക്കൊല. തേങ്ങാക്കൊലെ? എവിടെയാണ് തേങ്ങാക്കൊല? മേഡം പച്ചക്കറിയോടൊപ്പം ഒരു തേങ്ങയും കൂടി വാങ്ങാൻ പറഞ്ഞു. കൊച്ചളിയ, ഈ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് പെട്ടത് ആ കുട്ടിയാണ് കാരണമാണ്. പതുക്കെ പറയാ വലിയ എളിയ. ആ ആന എങ്ങനെ കേട്ട് കഴിഞ്ഞാ ഇടി പാഴ്സലായിട്ട് കിട്ടും. അത് കേൾക്കൊന്നുമില്ല, അയാളുടെ ചെവി പൊട്ട ചെവിയാ. എടെ പൊട്ട പൊട്ട പൊട്ട. എന്റെ മുന്നിൽ വെച്ച് എന്നെ പൊട്ടാന്ന് വിളിക്കുന്നു, അതും മറ്റുള്ളവർ കേൾക്ക ഇത്ര ഉച്ചത്തിൽ. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇവന്മാര് തന്നെയാണ് ആ ഷർവാണി മോഷ്ടിച്ചത്. അതെങ്ങനെ നിനക്കറിയാം? എന്റെ 2 ചെവിയും വൃത്തിയായതോടുകൂടി നേരത്തതിനേക്കാൾ നന്നായി ഇപ്പോ കേൾക്കാം. അങ്ങ് ദൂരെയുള്ള ചെറിയ ശബ്ദം പോലും ഇപ്പോ എന്റെ ചെവിയിൽ നന്നായി കേൾക്കാം. ആ സ്വർണത്തിന്റെ ഷർവാണി അവർ മോഷ്ടിച്ചെടുത്തിട്ട് ആ കുറ്റ എന്റെ തലയിൽ കെട്ടിവെച്ചതാണെന്ന് അവർ ഇപ്പോൾ പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു. അടിച്ചു പൊളിച്ചു തിമിർത്തു. അവർ രണ്ടുപേരും നല്ലവരെ പോലെ അഭിനയിക്കുകയായിരുന്നു. വരൂ, ഇനി നമുക്ക് അവന്മാരെ കുറച്ച് പുതിയ പാഠങ്ങൾ പഠിപ്പിക്കാം. കൂട്ടുകാരെ, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. അതെ ചേട്ടാ, ഞങ്ങള് കീഴടങ്ങാൻ വന്നതാണ്. ഇതാ നിങ്ങളുടെ സ്വർണ്ണ ഷേർവാണി. ഇതാണ് ശരിക്കുമുള്ള ഷെർവാണി എങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഷെർവാണി ഏതായിരിക്കും? 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 ഇനി എന്തിനാ നോക്കി നിൽക്കുന്നേ? ശരിക്കുള്ള ഷെർവാണി യവന്മാരുടെ കയ്യിലുണ്ട്. ആട്ടിച്ച് ചുരുട്ടവന്മാരെ. ഓടിക്കോടാ, ഓടിക്കോ, ഓടിക്കോ. ഓഹോ, ജോലി ചെയ്ത് എന്റെ നടു ഒടിഞ്ഞു. ഇതേ സവാള അരിഞ്ഞപ്പോ ഞാൻ കരഞ്ഞു. ഇനിയിപ്പോ എന്ത് കൈയടിക്കാനാ? ഓ ഓ ഓ. ആ, 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 അയ്യോ. അയ്യോ, കത്തിപ്പോയേ. എന്താണ് കത്തിപ്പോയത്? കാലാണോ കൈയാണോ? വിട്, എന്റെ ചീനച്ചട്ടിയെല്ലാം കത്തിക്കരിഞ്ഞു. അയ്യോ അയ്യോ, എന്റെ കൈ പൊള്ളിയേ. അയ്യോ. ഇനി എങ്ങനെ പൊള്ളിപ്പിടിക്കാനാ? ആ ഗ്യാസിൽ നിന്ന് കന്നസാറ പാത്രം എടുത്ത് മാറ്റിയില്ലേ? ടെറസിന്റെ മുകളിൽ പടർത്തി ഞാനൊരു മുല്ലവള്ളി. കത്തി എന്നല്ല, ചീനച്ചട്ടി കൊണ്ട് എന്റെ കൈ പൊള്ളി. അടിമക്കളെ കൈ.
ഈ ദിവസം ഖന്ന സാറിന് അത്ര നല്ലല്ലെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? ഡോക്ടർ ബാലു സാറിനോടൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങോട്ട് വരൂ. സോറി, നീ കുഴി കുഴിക്കൂ. പോപ്പട്ട് ചെടി നടത്തെ. അണി നീ വെള്ളം ഒഴിക്ക്. പിന്നെ പണി നീ സംസാരിച്ചോളൂ. അത് പിന്നെ എനിക്കല്ല, ഖന്ന സാറിനാ സംസാരിക്കേണ്ടേ. അതേതായാലും കൊള്ളാലോ. സംസാരിക്കേണ്ടത് ഇയാൾക്കാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് സംസാരിക്കുന്നത്? നീയും പോയി ചെടി നട്ടോളൂ. പിന്നെ വന്നാ സാറിന്റെ വായ തുറന്ന് ശബ്ദാവിഷ്കാരം നടത്തിക്കോളൂ. അത് പിന്നെ ഡോക്ടറുടെ ഹൗസ് കീപ്പർ നന്നായിട്ട് ജോലി ചെയ്യുന്നു ഞാൻ കേട്ടു. അത് വേണ്ട. ഇവിടെ ഒരു കണ്ണു വെക്കണ്ട, അല്ലെങ്കിൽ ഞാൻ തന്റെ കണ്ണിലേക്ക് എന്റെ കണ്ണുകൊണ്ട് നോക്കി കോങ്കണ്ണാക്കി മാറ്റും. അതായത് ഞാൻ പറഞ്ഞു വന്നത് എനിക്കും അതുപോലത്തെ ഒരു ഹൗസ് കീപ്പർ വേണമെന്നായിരുന്നു. അതാ എന്റെ ഹൗസ് കീപ്പറിനെ താങ്കൾ ജോലിക്ക് വെച്ചാൽ പിന്നെ ഞാൻ എന്താണ് ചെയ്യുക? താങ്കൾ ഒരു മണ്ടനാണ്. എന്താ പറഞ്ഞത്? ഇതേ സെയിം കാര്യം ഞാൻ പറഞ്ഞപ്പോ പണി എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? നീ മണ്ടനാണെന്ന്. ഡോക്ടർ ബാലു, ഖന്ന സാറിന് പുതിയൊരു ഹൗസ് കീപ്പറെ വേണം, അതിനു വേണ്ടിയാ വന്നത്. ഇവിടെ വരൂ. ദേ പറഞ്ഞ കാര്യം എന്റെ ചെവിയിലൂടെ കടന്ന് തലച്ചോറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഞാൻ ഹൗസ് കീപ്പറിന് വേണ്ടിയുള്ള ഇന്റർവ്യൂ നടത്തിയിരുന്നു. ഇപ്രാവശ്യവും അത് നടത്തുന്നുണ്ട്. ഓക്കേ. ആഹാ. ഇവിടെ വരൂ. പല്ലി, ചെമ്പല്ലി, കൊമ്പല്ലി, മഞ്ഞപ്പല്ലി, നീ ഹൗസ് കീപ്പർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താ, ഞാൻ ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യും. ഓക്കേ. പക്ഷെ എന്റെ അടുത്ത് അലമ്പുണ്ടാക്കാൻ വന്നേക്കരുത്. വന്നു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഞങ്ങള് മേടിച്ചോളാം. പക്ഷെ എന്താ കയ്യിലുള്ളത്? ഗിഫ്റ്റ് ആണെങ്കിൽ എന്റെ ബർത്ത്ഡേ അടുത്ത മാസാ. അത് മേടിക്കുന്ന കാര്യമല്ല, അതാ ഇത്. അയ്യോ എന്റെ അമ്മോ, അയ്യോ. നീ എന്തിനാണ് ഖന്ന സാറിനെ തല്ലിയത്? അത് ശരി, ജോലി ഇവിടെയല്ലേ ചെയ്യുന്നേ. മുതലാളി ഇത് കാശും ഇങ്ങനെ തരും. അപ്പൊ എന്ത് മേടിക്കുമെന്ന് ഇങ്ങനെയല്ലേ കാണിക്കണ്ടേ? ഞാൻ എന്തിനാ വെറുതെ മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നത്? ഇന്റർവ്യൂവിന് വേണ്ടി ആളോട് വരാൻ പറഞ്ഞു. ഇവള് കാരണം എന്റെ കരണം പുകഞ്ഞു. അടി കൈ. പിന്നൊരു നിബന്ധന കൂടി, നീ കവിത ചൊല്ലുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ വരൂ. നീ നിബന്ധനയോട് നിബന്ധനയാണല്ലോ വെക്കുന്നത്. അക്കാരണം കൊണ്ട് തന്നെ ഒരു നിബന്ധനയുടെ പേരിലും നിനക്ക് ഈ ജോലി തരാൻ പറ്റില്ല. അങ്ങോട്ട് പോ. അടുത്ത ആള് ഇങ്ങോട്ട് വരൂ. താങ്ക് യു ഡോക്ടർ ബാലു. കൈ പൊള്ളിയിരിക്കുന്ന ഞാൻ ഇന്നെങ്ങനെ കുളിക്കാൻ പോവും? ഹിപ്പോ പട്ടാമസായ താൻ എങ്ങനെ ഹൗസ് കീപ്പർ ആവും? അടി കൈ. ഞാൻ വലിയൊരു കഠിനാധ്വാനിയാണ്. എനിക്ക് ശമ്പളവും വേണ്ട, ഭക്ഷണം മാത്രം തന്നാ മതി. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മതി. ഇതിനു മുമ്പ് വീട്ടുജോലിയൊക്കെ ചെയ്തിട്ടുണ്ടോ? പക്ഷെ ജോലി ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച്. സോറി. എന്റെ അമ്മോ. ഇവിടെ വരൂ. വലിയൊരു ശരീരവും ചെറിയൊരു തലച്ചോറും. ഈ വീട്ടിൽ നിങ്ങൾ എങ്ങനെ കഴിയും? നിന്റെ ഈ ബുൾഡോസർ പോലിരിക്കുന്ന ശരീരം കൊണ്ട് ഇവിടുത്തെ സാധനങ്ങൾ എങ്ങനെ സംരക്ഷിക്കും? മാത്രമല്ല ഇപ്പൊ വലിയ മടിയന്മാരുമാണ്. അതെ, ഞാനും ക്ഷീണിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച്. Go! Yeah! വലിയ സ്പീഡ് കുറയ്ക്ക്. വേണ്ട, നമുക്ക് ജയിക്കണം. എനിക്കും ജയിക്കണം. ഇപ്പൊ എന്റെ സംശയം കൂടി വരിക. ഇനി മണ്ണിനെങ്ങനെ മുളച്ചു വന്ന തത്തയാണോ ഞാൻ? സംശയമുണ്ടോ?
കാര്യത്തില് ഫൈൻ. കുറച്ചു സമയം മുമ്പ് എനിക്ക് ഭാവനെ പോലും കാണാൻ പറ്റില്ലായിരുന്നു. ദാ ഈ ഒരു നിപ്പിൽ തന്നെ ഞാൻ കോടിക്കണക്കിന് രൂപയ്ക്ക് കടക്കാരനാവുമെന്ന്. മര്യാദയ്ക്ക് ഫൈൻ തന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്റെ അമ്മാവൻ ആരാണെന്നാ? അല്ല, ഗൊറില്ല തന്നെയാണ്, പക്ഷെ നഖം കുറച്ച് ഷാർപ്പാണ്. ദേ ഇത് നോക്ക്, ഇത് ഞങ്ങളുടെ പാർക്കാണ്. ഇവിടെ ഞങ്ങൾ ഫൈൻ അടക്കില്ല, ഞങ്ങളുടെ കുട്ടികളും ഫൈൻ അടക്കില്ല. അയ്യോ, അമ്മേ. അയ്യോ മതി, അയ്യോ 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 നിർത്താ. ഇല്ലില്ല, ഇന്ന് ഞാൻ ഇവനൊരു പാഠം പഠിപ്പിച്ചിട്ട് വരുള്ളൂ സുഹൃത്താരെ. അനി നീ പുറകോട്ടൊന്ന് നോക്ക്. അയ്യോ കൊച്ചലേന്റെ ബുദ്ധി കൊള്ളാലോ. ആപ്പിളാണ് വലിച്ചെറിയുന്നത്. ആ മണ്ടന്മാരുടെ അടുത്ത് മത്തം മുളച്ചെടുക്കുന്നത് അവന്മാര് കണ്ടിട്ടില്ലെന്നാ തോന്നുന്നേ. പറഞ്ഞു തത്തത്തിന് താങ്ക് യു. അയ്യോ പിടിച്ചോ. ഇനി പേരാൻ ഈ ഏരിയയിൽ കണ്ടുപോകരുത്. നിങ്ങൾക്കറിയില്ല ഞങ്ങളുടെ അമ്മാവനെ കുറിച്ച്. ഇനിയിപ്പോ ആകെ ഒരു വഴിയേ ഉള്ളൂ. ശ്രദ്ധിച്ചു നോക്കിയാ കൊച്ചളിയ, നമ്മുടെ വീട്ടിലോട്ട് പോനെ 3 വഴിയുണ്ട്. വീട്ടിലോട്ട് പോവാനായിട്ടല്ല, യുവമാരെ ഈ പാർക്കിൽ നിന്ന് ഓടിക്കാനായിട്ട്. എല്ലാവരും കേട്ടോ, വാ. തീർച്ചയായിട്ടും എടാ നീ മിണ്ടി പോരുത്. എപ്പ നോക്കിയാലും അവനൊരു മങ്കേഷ് കുമാർ. അയ്യാ മങ്കേഷ് കുമാർ. എടാ പറയുമ്പോ നിനക്ക് ബോർ അടിക്കുന്നില്ലെങ്കിലും കേൾക്കുന്ന ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ എന്റെ അമ്മാവൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അയ്യോ എന്നെ അടിച്ചല്ലേ, നിങ്ങൾക്കറിയില്ല എന്റെ അമ്മാവൻ ആരാണെന്നാ. തിരിഞ്ഞു നോക്കടാ, ഈ ഞാൻ തന്നെയാണ് നിന്റെ അമ്മാവൻ. അയ്യോ അമ്മാവനോ? ഞാൻ ഇവരോട് പറയുമായിരുന്നു എന്റെ അമ്മാവനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ലെന്നാ. വളരെ ക്യൂട്ടായ അമ്മാവനാണ്. വീട്ടിൽ നിന്റെ തോന്നിയാസ് അനുവദിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ പാർക്കില് കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഷൈൻ ചെയ്യാണല്ലേ ചുമ്മാ. നടക്കടാ വീട്ടിലോട്ട്. നിന്നെ ഇന്ന് തല്ലി പഴിപ്പിച്ചിട്ടെന്നെ കാര്യം. ഗൊറില്ലകളുടെ മാനം കളയാൻ വേണ്ടി വന്നിരിക്കുക അവൻ. കുട്ടികളുടെ മുമ്പിൽ വെച്ച് വലിയ ആള് കളിക്കുന്നു.